എല്ലാവർക്കും നമസ്കാരം. മിനിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഒരു മോന് ക്ലാസ്സില്ലാത്ത ദിവസമായിരുന്നേ. അതുകൊണ്ട് എന്നാൽ നമ്മുടെ തൊട്ടടുത്ത് 2-3 പാർക്കുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ പാർക്കുണ്ട്. അപ്പോൾ ഒന്ന് പാർക്കിലേക്ക് പോയേക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മുടെ റോഡിൽ നിന്ന് ഈ പാർക്കിലേക്ക് ഇങ്ങനെ ചെറിയൊരു ബ്രിഡ്ജ് കയറിയാൽ പോകാവേ. ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോകുന്നത് കനാലാണ്. കാരണം മഴ പെയ്ത് വെള്ളം ഒഴുകിപ്പോകുന്ന കനാലല്ല, തോടൊന്നുമല്ല കേട്ടോ. മഴ പെയ്ത് റോഡിലൊക്കെ താഴുന്ന വെള്ളം ഈ കനാലിലേക്കാണ് അത് പോലെ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ കണിക്കൊന്ന പോലത്തെ മഞ്ഞപ്പൂവും ധാരാളം പൂക്കൾ. ഇപ്പം ഇവിടെ ധാരാളം പൂക്കളാണ് പ്രധാനമായിട്ടുള്ളത്. ഇത് പാർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാർക്ക് കൂട്ടല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ പിള്ളേർക്ക് കളിക്കാനല്ലേ പാർക്കെന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല. എല്ലാവർക്കും ഇരുന്ന് വേണമെങ്കിൽ ഇരുന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് വല്ല ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കഴിച്ച് ചിലപ്പോൾ ചെറിയ ബർത്ത്ഡേ പാർട്ടികളൊക്കെ ഈ പാർക്കിൽ വെച്ച് വെക്കാറുണ്ട്. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഈ പാർക്കിലുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ കാര്യം, ഈ കണ്ട പച്ചപ്പുണ്ടല്ലോ, അതൊരു റബ്ബർ പോലെയാണ്. ശരിക്കും കുഞ്ഞുങ്ങളൊന്നും അതേ വീണാലൊന്നും ഒന്നും പറ്റത്തില്ല. കാരണം നല്ല സ്പോഞ്ച് പോലെ ചവിട്ടിയാൽ അതിങ്ങനെ പതുങ്ങി പോകുന്ന പോലത്തെ സാധനം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ കിടക്കുന്നൊന്നും ചരലല്ല, ഒരു മരത്തിൻ്റെ തൊലി ചെത്തിയിട്ടേക്കുന്നത് പോലത്തെ. അതിലൊക്കെ ഒന്നും പിള്ളേർ വീണാലോ ഒന്നും പറ്റത്തില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ വളരെ സേഫാണ്. ഈ പാർക്കിൽ കൂടെ അവരെ നമ്മൾ വിട്ടിട്ട് നമ്മൾ ഓടിപ്പുറയാൻ തന്നാൽ വീഴുമെന്നോർത്തുള്ള പരവേശമൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കതിലെ ഓടി നടന്നാലും അവർക്കൊന്നും പറ്റത്തില്ല, വീണാലും ഒന്നും പറ്റുകയില്ല. അങ്ങനെയുള്ളൊരു രീതിയാണ്. അപ്പം നമുക്ക് പേടിക്കാനൊന്നുമില്ല. അപ്പം ഇതൊരു വലിയ പാർക്കല്ല, എന്നാലും ഒരു സാമാന്യം കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ പാർക്കിൻ്റെ എല്ലാ വശത്തും ഉണ്ട് ബിന്ന് കേട്ടോ. കണ്ട എന്ത് വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. മോള് നടക്കുന്ന അവിടെ ഒന്ന് വീണെന്ന് വെച്ചൊന്നും ഒക്കെ വരുമല്ല. അത് നല്ല സോഫ്റ്റായിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ എല്ലാം ബിന്ന് വെച്ചിട്ടുണ്ട്. ബിന്ന് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ വന്ന് ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ വേസ്റ്റൊന്നും ആ പാർക്കിൽ വീഴാതിരുത്താതെ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ നമുക്കും ആവശ്യമുള്ളൊരു കാര്യം അതല്ലേ. നമ്മുടെ റോഡുകളൊന്നും ഇത്രയും വൃത്തികേടാകുകയല്ല, റോഡ് നീളെ ബിന്നുകളും ഒക്കെ വെക്കുവാണെങ്കിൽ. പിന്നെ ഇവിടുത്തെ ആൾക്കാർ അത് സൂക്ഷിച്ച് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെക്കുക ചെയ്യുന്നത്. ഇത് നല്ല രസമാട്ടോ. ഇതിങ്ങനെ മോന് വളരെ ഇഷ്ടമാണ്. ഇതിങ്ങനെ അവന് നടക്കുമ്പം അത് റൗണ്ടായിട്ട് ഇങ്ങനെ സ്പിൻ ചെയ്ത് വരും. അത് പക്ഷേ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ പേരൻസ് നിന്നൊക്കെ ചെയ്യിക്കണം. അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇവിടെ കൊച്ചിലെ മുട്ട്, അതായത് എനിക്ക് തോന്നുന്നൊരു 3 മാസം തൊട്ട് അമ്മമാരിങ്ങനെ പാർക്കിലെല്ലാം കൊണ്ടുപോവേ. അങ്ങനെ കൊണ്ട് നടക്കുമ്പം ഇവർ ശരിക്കും അതുമായിട്ട് ഭയങ്കരമായിട്ടും അടുപ്പം ഉണ്ടാകും അവർക്ക്. അപ്പോൾ അവർക്ക് ഭയമൊന്നുമില്ല. ഇപ്പോൾ ഊഞ്ഞാലെല്ലാം നാടുന്നതിനോ ഒരു സ്ലൈഡിൽ കൂടെ കയറുന്നതൊന്നും അവർക്ക് പേടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരതുമായിട്ട് വളരെ പൊരുത്തപ്പെട്ടാണ് കഴിഞ്ഞു പോകുന്നത്. ഇതിപ്പോൾ മോൻ ആദ്യമായിട്ട് ഇതിങ്ങനെ കിടക്കുന്നതേ. അന്നേരം ആൾക്ക് ചോറുണ്ണാൻ ഭയങ്കര മടിയുള്ള ആളാണ്. അന്ന് ഉച്ചയ്ക്ക് ചോറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. ചോറുണ്ടുകൊണ്ടാണ് അവന് ഇന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അവൻ ഭയങ്കര സ്ട്രോങ് ആയെന്നൊക്കെ കഥയൊക്കെ പറഞ്ഞാണ് ആൾ ഇതിൽ കൂടെ നടക്കുന്നത്. അപ്പം ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതാണ്. കുഞ്ഞുങ്ങളെല്ലാം ഭയമില്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തിനോടുമുള്ള ആ പേടിയൊക്കെ അങ്ങോട്ട് മാറും. ഇന്ന് കാര്യം നല്ല സണ്ണി ഡേ ആയിരുന്നു. നമ്മൾ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. നല്ല സൂര്യപ്രകാശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞുങ്ങളെയും കൊണ്ടേ നമുക്ക് പോകുമ്പോൾ പിള്ളേർക്ക് കളിക്കാനും ഒക്കെ ഇതുണ്ടല്ലോ. നല്ല സൂര്യപ്രകാശമൊക്കെ ഉണ്ടായിരുന്നു. നല്ല വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയത് തന്നെ. ഇത് പാർക്കിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് കേട്ടോ. അതെങ്ങനെ ഓടിക്കുമ്പം നല്ല മ്യൂസിക് കേൾക്കും.
ചേട്ടൻ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ്. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീക്ക് ഡേ ആണ് ഞങ്ങൾ പോയത്. അന്ന് മോന് ക്ലാസ്സില്ലെന്നേ ഉള്ളൂ, വീക്ക് ഡേ ആയിരുന്നു. അതുകൊണ്ട് സത്യത്തിൽ ഒത്തിരി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പാർക്കിൽ വലിയ ആൾത്തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാതെ ശനിയും ഞായറൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഭയങ്കര ആൾത്തിരക്കാണ് കേട്ടോ. വല്ലാത്ത തിരക്കുള്ള ദിവസം, ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെല്ലാവരും ഉണ്ടായിരിക്കും. ഇതൊക്കെ അവിടെ ഇതിൻ്റെ അടുത്തുള്ള ഒരു ജിംനേഷ്യമൊക്കെയാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും കുഞ്ഞുങ്ങളെയൊക്കെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നതും ഒരു ജിംനേഷ്യമൊക്കെ കൂടെ ആ പാർക്കിനോട് തൊട്ടടുത്ത് തന്നെയുണ്ട്. നിങ്ങൾക്കൊക്കെ ഈ കാഴ്ചകളൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.